അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ സ്റ്റോറി കേൾക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ വളരെയധികം സങ്കടമാണ്. കാരണം മറ്റൊന്നുമല്ല, ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കുക എന്നുള്ള ആ ഒരു കാര്യത്തിൽ എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. പല പല ആളുകൾ കമൻ്റ് ഇടുന്നു, റബ്ബേ 30 വർഷമായി എനിക്ക് മക്കളില്ല, 5 വർഷമായി എനിക്ക് മക്കളില്ല, മക്കൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു, എന്തിനാണ് അവൾ അങ്ങനെ ചെയ്യുന്നത് എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് ആദ്യം തന്നെ ദുആ ചെയ്യാം. പടച്ച റബ്ബേ അല്ലാ, മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ മക്കളെ നീ നൽകണേ അല്ലാ, ആമീൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആദ്യമായിട്ട് നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും സ്റ്റോറി കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് എന്നുള്ള ആ ഒരു ബട്ടൺ നെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറികളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് പെട്ടെന്ന് തന്നെ എത്തും. അതുമാത്രമല്ല, നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് തരികയാണെങ്കിൽ എനിക്കും വളരെയധികം സന്തോഷം തന്നെയാണ്. പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. വിവാഹം കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഉണ്ടാകുന്ന അടുത്ത ആഗ്രഹം നമുക്കൊരു കുഞ്ഞ് എന്നുള്ളതാണ്. അത് പാവപ്പെട്ട ഷെഫി ഉസ്താദിനും മനസ്സിലുണ്ട്. അതെ, തനിക്കൊരു കുഞ്ഞ്. പക്ഷെ തന്നോട് ഒട്ടും തന്നെ അവൾ താല്പര്യം കാണിക്കുന്നില്ല. അവൾ തന്നോട് എപ്പോഴും വിമുഖത കാണിക്കുന്നു. ഒരിക്കൽ പോലും അവൾക്ക് എന്നെ ഇഷ്ടമില്ലാത്ത രീതിയിൽ. പക്ഷേ പണത്തിൻ്റെ കാര്യം വരുമ്പോൾ സീനത്തിന് ഉസ്താദിനോട് വളരെയധികം സ്നേഹമാണ്. അപ്പോൾ അവൾ പറയും, ഇക്ക കുറച്ച് ക്യാഷ് വേണം കേട്ടോ, അത് ഫീസ് കൊടുക്കാനായിട്ടുണ്ട്. അതെ, ഷെഫി ഉസ്താദിനെ സോപ്പിട്ടങ്ങ് വരയിൽ നിർത്തും. പാവം ആ ഉസ്താദ് ഇവളുടെ ചതികളൊന്നും അറിയാതെ അവൾക്ക് ക്യാഷ് അയച്ചു കൊടുക്കും. എങ്ങനെയെങ്കിലും ഷെഫി ഉസ്താദ് തന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും അല്ലെങ്കിൽ ഒഴിവാക്കും എന്നുള്ള ആ ഒരു രീതിയിലേക്ക് എത്തുമ്പോൾ അവൾ സ്നേഹം പ്രകടിപ്പിച്ച് തുടങ്ങും. എന്തൊക്കെ തന്നെയാലും ഷെഫി ഉസ്താദും സീനത്തും പലതവണ ഒന്നായി തീർന്നിട്ടുണ്ട്. ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ അതായിരുന്നു ആശ്വാസം. എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ റബ്ബേ, അവൾ ഇവളുടെ പഴയ സ്വഭാവമെല്ലാം മാറി തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ഷെഫി ഉസ്താദിനുണ്ടായിരുന്നത്. എന്നാൽ സന്തോഷകരമായ ആ ഒരു വാർത്ത കേട്ടപ്പോൾ ശരിക്കും ഷെഫി ഉസ്താദ് പടച്ച റബ്ബിനെ സ്തുതിച്ചു. എന്നാൽ തൻ്റെ ഭാര്യയിലുള്ള ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ഷെഫി ഉസ്താദിൻ്റെ എല്ലാ പ്രതീക്ഷകളും തകർന്നു പോകുന്ന പോലെയായിരുന്നു. അല്ലാ, ഒരു നിമിഷം അവന് തോന്നിപ്പോയി, റബ്ബേ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ പടച്ച റബ്ബ് നൽകിയില്ല എങ്കിൽ എനിക്ക് എൻ്റെ ഫർസാനയുടെ കുഞ്ഞിനെങ്കിലും ഒന്നെടുത്ത് ചുംബിക്കണമല്ല. തനിക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞിനെ സീനത്ത് നശിപ്പിക്കും എന്ന് തന്നെയാണ് ഷെഫി ഉസ്താദിൻ്റെ ചിന്തകളിൽ. എങ്കിലും റബ്ബേ, നീ വിചാരിച്ചാൽ അതില്ലാതാക്കാമല്ലോ. അതിനുവേണ്ടി അവളെ നന്നായിട്ടൊന്ന് സോപ്പിടണം. ഷെഫി ഉസ്താദ് ആ നിമിഷം തന്നെ വിചാരിക്കുന്നു. അപ്പോൾ തന്നെ അത് സീനത്തിനെ അദ്ദേഹം വിളിക്കുന്നു. ഹലോ മോളെ, എന്താ ക്ഷീണുണ്ടോ? ക്ഷീണോ? എന്തിന്? അല്ല, അത് നമ്മുടെ കുഞ്ഞ് ഉണ്ടായി വരല്ലേ. ഓ, തുടങ്ങി. നിങ്ങളെന്ത് എന്നോടൊന്നും പറയണ്ട മോളെ. ഹോസ്പിറ്റലിൽ പോകുക, എന്തെങ്കിലും ക്ഷീണത്തിനുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ തരുമായിരിക്കും, അത് മോള് കഴിക്കേ. ഒന്ന് പോയി നോക്കുന്നതിനെന്താ? എൻ്റെ പൊന്നാരിക്ക, നിങ്ങൾ കുറച്ച് ക്യാഷ് അയച്ചാൽ മാത്രം മതി. പൊന്നുമോളെ, നിനക്ക് എത്ര വേണമെങ്കിലും ഞാൻ തരുമല്ലോ. എന്ത് വേണമെങ്കിലും നീ എന്ത് ചോദിച്ചാൽ ഈ സമയത്ത് ഞാൻ തരും. അത്രക്കും എനിക്കിഷ്ടം കൊണ്ടാണടി നമ്മുടെ കുഞ്ഞ്. നീ ഒന്നും, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പഠിക്കണം, എനിക്കെൻ്റെ പഠനമാണ് വലുത്. വെറുതെ കുഞ്ഞുണ്ടായി തള്ളായി കുഞ്ഞിനെ നോക്കാനും ആരുമില്ല. അങ്ങനെ ആയിട്ട് ആര് പറഞ്ഞു? ഉമ്മ നോക്കും. ദയവായി നീ സീനത്തെ ഹോസ്പിറ്റലിൽ പോകുക. ഹോസ്പിറ്റലിൽ പോയെന്ന് വിചാരിച്ച് കുഞ്ഞുണ്ടാവുമോ? അങ്ങനെയല്ല, ഡോക്ടറുടെ നിർദ്ദേശത്തിനനുസരിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ആദ്യം നിങ്ങൾ അന്ധവിശ്വാസം ഇല്ലാതാക്കി വരി. സീനത്തെ, അങ്ങനെയല്ലടി, ഞാൻ എന്ത് വേണമെങ്കിലും ഞാൻ നിനക്ക് ചെയ്തുതരാം. എന്നാൽ വേഗം പെട്ടെന്ന് കുറച്ച് ക്യാഷ് ഇട്, എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാം. അതെ, ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ നിന്ന് പോകണമെന്നില്ലല്ലോ. ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ ഫ്രണ്ട്സുകളുണ്ട്. വെറുതെ നിന്നെ ഉമ്മാനെ ബുദ്ധിമുട്ടാക്കുന്നത്. അത് ഫ്രണ്ട്സുകളുടെ കൂടെ പോകണ്ട, നിൻ്റെ ഉമ്മയും ഉപ്പയും ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഉമ്മയുടെ കൂടെ. എങ്ങനെയാണ് നിനക്ക് വേണ്ടത് എന്നുവെച്ചാൽ ചെയ്യാം. എനിക്ക് ഒരു ഉമ്മയും ഉപ്പയും ഉമ്മയൊന്നും വേണ്ട. എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്.
എന്തൊക്കെ തന്നെ എനിക്ക് വിഷമമുണ്ടെങ്കിൽ അവരോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അവിടെ എത്തിക്കും അവർ. അങ്ങനെ തന്നെയാണ് സിനത്തെ. അത് വേറെ വല്ല ഇഷ്യൂസ് ആണെങ്കിലും ഓക്കെ, പക്ഷേ ഇതെന്ന് വെച്ചാൽ പ്രഗ്നൻ്റ് അല്ലേ പെണ്ണേ, ഈ ഒരു സമയത്ത് അങ്ങനെ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ? ഫ്രണ്ട്സുകളുടെ കൂടെ ഒന്നും പോകണ്ട, ഉമ്മയും ഉപ്പയൊക്കെ ഉള്ള സ്ഥിതിക്ക് അവരോട് പറഞ്ഞു പോവുകയാണ് നല്ലത്. എന്താ, ഞാൻ ഓട്ടോ ഒക്കെ വിളിച്ചു തരാം, നിങ്ങൾ പോയിക്കോളൂ, അല്ലെങ്കിൽ ഉമ്മയുടെ കൂടെ. അതൊന്നും വേണ്ട. എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് വരാം, അതായിരിക്കും നല്ലത്. എന്നാൽ പിന്നെ എൻ്റെ കൂടെ നിനക്ക് പോന്നൂടെ? എൻ്റെ പൊന്നോ ഇക്ക, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? എന്താ, നിങ്ങളിപ്പോഴല്ല അങ്ങ് പോയത്, ഒരു മാസം പോലും ആയിട്ടില്ലല്ലോ. ഒരു മാസം ആയാലും ഇല്ലെങ്കിലും നിനക്കിപ്പോൾ എന്താ, ഞാൻ വരുന്നതിനെന്താ? നമുക്ക് എൻ്റെ കുഞ്ഞല്ലേ, നമുക്ക് ഹോസ്പിറ്റലിൽ കാണിക്കാം, അതിനെന്താ? ഇനിയിപ്പോൾ അതും കൂടെ വേണ്ടത്. നിങ്ങൾ നിൽക്കണോടത്ത് അവിടെ നിന്നോളി. എൻ്റെ അമ്മോ, പറയണ്ടില്ലായിരുന്നോ? ഇതൊക്കെ നിങ്ങളോട് ആരതൊക്കെ വിളിച്ചു പറഞ്ഞത്? ഉണ്ടോ ഇല്ലയോ എന്ന് അറിയൊന്നും വേണ്ടേ? അതിനല്ലേ ഹോസ്പിറ്റലിൽ പോയേക്കാൻ പറയുന്നത്. നീ അത് കേൾക്കുന്നില്ലല്ലോ. ഞാൻ കേട്ടോളാം. അതെ, ഉമ്മ വെറുതെ പറയണം, അങ്ങനെയൊന്നുമില്ല. ആര് പറഞ്ഞു? അതെ, ഉമ്മ എന്ന് വെച്ചാൽ നമ്മൾ ഉമ്മമാരെ പൊട്ടന്മാരാക്കി വെക്കും, പക്ഷേ നമ്മളറിയാത്ത പല കാര്യങ്ങളും അവർ ശ്രദ്ധിക്കുന്നുണ്ടാവും, പക്ഷെ അത് നമ്മളറിയില്ല. അങ്ങനെയായിരിക്കും. എൻ്റെ പൊന്നു ഷെഫിക്ക, നിങ്ങൾ വരുമെന്ന് ചെയ്യല്ലിട്ടോ. ഞാൻ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ കുടുങ്ങി നിൽക്കുകയാണ്. ക്യാഷ് അയച്ചോളി, എന്താ ചെയ്യാം. ഒടുവിൽ അവളത് സമ്മതിച്ചു. അപ്പോൾ തന്നെ അതാ ഷെഫി ഉസ്താദ് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതെ, അവളുടെ ഇഷ്ടങ്ങളൊക്കെ നടക്കട്ടെ. എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണം. അതിനുവേണ്ടി അവൾ പരമാവധി സോപ്പിട്ട് കൊണ്ടു നടക്കുക, അതുമാത്രം തന്നെ നടക്കുള്ളൂ. അറബി എനിക്ക് ഇഷ്ടം പോലെ ക്യാഷ് തരും, അതിനൊന്നും കുഴപ്പമില്ല. അവളുടെ ഇഷ്ടം പോലെയൊക്കെ തന്നെ കഴിയട്ടെ. എന്നാൽ ഈ സമയം അതാ സീനത്തിൻ്റെ വീട്ടിൽ ഉമ്മയും ഉപ്പയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നീ വിഷമിച്ചിരുന്നിട്ട് എന്ത് കാര്യമുള്ളത്? നീ എന്ത് കരുതിയിട്ടാ അവരെ ചീത്ത പറയാൻ പോയത്? ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞല്ലേ. മോന് പിന്നെ പോയി മാപ്പൊക്കെ പറഞ്ഞതല്ലേ. ഓൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എന്തൊക്കെ വിചാരിച്ചു. ഇപ്പോൾ കണ്ടില്ല എൻ്റെ മോളെ സ്വഭാവം. നമ്മൾ കൊണ്ടുപോയി കൊടുത്ത പലഹാരങ്ങളും ഫ്രൂട്ട്സൊക്കെ ഉണ്ട് എറിഞ്ഞൊക്കെയാണ് അവൾ. എനിക്ക് നിങ്ങളിതൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ഏതെങ്കിലും പെൺകുട്ടികൾ അങ്ങനെ ചെയ്യുമോ? ഒരിക്കലും ഇല്ല, ആരും ചെയ്യൂല. കാരണം അത്രക്കും ഓള് എന്തൊക്കെ തന്നെയാണ് നമ്മളെ മരുമകനെ നമ്മൾ സമ്മതിച്ചിരിക്കണം കേട്ടോ. പാവം, എങ്ങനെയാണോ സഹിക്കണാവോ. ഇക്ക വേണ്ടില്ലായിരുന്നു, ആ ഉസ്താദിനൊന്നും ഓളെ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു. പാവ ഉസ്താദായിരുന്നു. എടി, ഞാൻ നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ആ മോൻ്റെ സ്വഭാവം അത്രക്കും നല്ലതാണ്, ഓള് നന്നാവുമെന്ന് വിചാരിച്ച് കെട്ടിച്ചു കൊടുത്തതല്ലേ. എന്തപ്പോൾ ചെയ്യുക? സ്വന്തം മാതാപിതാക്കൾക്ക് വരെ അവളെക്കുറിച്ചുള്ള അഭിപ്രായം അതാണ്. ഒരു നിമിഷം ഉമ്മ പറഞ്ഞു, ഞാൻ ആ പാവം സ്ത്രീയെ ഒരുപാട് അന്ന് പോയി ചീത്ത പറഞ്ഞു. എനിക്ക് അതിനകത്തൊന്നുമില്ല, എനിക്ക് ഇട്ട് തട്ടാൻ മാത്രമൊന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞ്. സാരില്ല, എന്തപ്പോൾ ചെയ്യാം. നമ്മളൊക്കെ ഓർക്കാതെ ആരെയും എന്തെങ്കിലും പറയേണ്ടി വിചാരിച്ചിട്ട് എടുത്ത് ചാടാൻ പാടില്ലല്ലോ. എടുത്ത് ചാടി എന്ത് പറഞ്ഞോൽക്കും അല്ലെങ്കിൽ മുൻകോപമുള്ളവർ ഒരിക്കലും വിജയിച്ചിട്ടില്ല. അവർ മുൻപ് അതിനു വേണ്ടിയിട്ട് ക്ഷമിക്കുന്നവരുടെ കൂടെ അള്ളാഹു ഉണ്ട് എന്നല്ലേ. ക്ഷമിക്കുന്നവർക്ക് സ്വർഗമുണ്ട്, അങ്ങനെയൊക്കെ നീ കേട്ടിട്ടില്ലേ? നമ്മൾ ക്ഷമിക്കണം എന്തൊക്കെ തന്നെയല്ലേ. പെട്ടെന്ന് എന്തേ കേട്ടു എന്ന് വിചാരിച്ചിട്ട് എടുത്ത് ചാടി പോയി ചീത്ത പറഞ്ഞാൽ എന്താ? സംഭവം ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പറഞ്ഞ വാക്കുകൾ അവിടെ ബാക്കിയാവും ചെയ്യും. അങ്ങനെയല്ലേ? അവളുടെ സംസാരം കേട്ടിട്ടാണ് നീ പ്രഷർ ഇളകി അങ്ങോട്ട് ചെന്നത്. അവിടെ പോയി നല്ല ചീത്ത പറഞ്ഞു ചെയ്തു. പിന്നെ നിനക്ക് വല്ലാത്തതായില്ലേ. എന്നിട്ട് പോലും അവർ ചായ കുടിച്ചിട്ട് പോകാമെന്നല്ല പറഞ്ഞത്. അങ്ങനെയുള്ള മനുഷ്യത്തുള്ള ആളുകൾ. ഒരിക്കൽ പോലും നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. അതൊക്കെ എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുപറ്റിപ്പോയി, എന്തപ്പോൾ ചെയ്യാം. എന്നാൽ ഈ സമയം അതാ അവളുടെ ഫോണിലേക്ക് രാജേഷ് വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹലോ, എന്താടി പൈസയുടെ കാര്യക്ക്? അതൊക്കെ കിട്ടിയിട്ടുണ്ട്, പൈസൻ്റെ കാര്യത്തിലൊന്നും നോ പ്രോബ്ലം. എന്നാ പിന്നെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് തുടങ്ങിയാലോ? ഇവിടെ വീട്ടുകാർക്കൊക്കെ അത് സംഭവം അറിഞ്ഞു കഴിഞ്ഞു. ഇനി ആകെ ഇഷ്യൂസ് ആയിരിക്കും. പക്ഷേ അതിപ്പോൾ അങ്ങനെ പെട്ടെന്നൊന്നും, പിന്നെന്താ, അത് കുറച്ച് കൂടുതലായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും പെട്ടെന്ന്. അല്ലാതെ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ വേഗം ചെയ്യേ, നമുക്ക് എൻജോയ് ചെയ്യണ്ടേ. എന്താ നീ ഇങ്ങനെ? രാജേഷിൻ്റെ ആ ഒരു വാക്ക് കേട്ട് അവളുടെ മനസ്സിൽ പലതും കയറിക്കൂടി. അതെ, അവൾ മൂകമായി ശോകമായി നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവൻ്റെ ആ ഒരു വിളിയും കാര്യങ്ങളും വന്നത്. അതുകൊണ്ട് തന്നെ അവൾ ഭയങ്കര ഹാപ്പിയായി. ക്യാഷ് എൻ്റെ അടുത്തുണ്ട്, ഇനിയിപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാം.
അവൾക്ക്. പക്ഷെ പഴയ രീതിയിൽ ഓടിച്ചാടി നടക്കാൻ കഴിയുന്നില്ല. നല്ല ക്ഷീണമുണ്ട്. ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കും. ഓ, ഇനി എന്തെല്ലാം സഹിക്കണം. അതിനു മുമ്പ് നൈസായങ്ങ് ഇല്ലാതാക്കണം. അതേ വഴിയുള്ളൂ. ഹലോ. അല്ല പെണ്ണെ, നീ എപ്പോഴാണ് അങ്ങോട്ട് എത്തുക? പിന്നെ നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കായിരിക്കും നല്ലത്. അതെ, ഹോസ്പിറ്റലിൽ ഇവിടെയുള്ള നടക്കൂല കേട്ടോ. കുറച്ച് അപ്പുറം പോകേണ്ടി വരും. നീ കോളേജിൽ നിന്ന് ടൂറോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഒന്ന് ഇറങ്ങേണ്ടി വരും. 1-2 ദിവസം ഒരു പക്ഷേ നോക്ക്. കാരണം ഇവിടെയൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ചോദിച്ചറിഞ്ഞ് ആകെ പ്രശ്നമാക്കും. സത്യം പറഞ്ഞാൽ സീനത്ത് ശരിക്കും പെട്ടു എന്ന് തന്നെ പറയാം. അവൾക്ക് ആര് പറയുന്ന അനുസരിക്കണം. ഒരു ഭാഗത്ത് തൻ്റെ ഭർത്താവ്, എൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഞാൻ ഈ കുഞ്ഞിനെ വളർത്തണം. എന്നാൽ മറുഭാഗത്ത് കാമുകൻ അതില്ലാതാക്കുവാൻ വേണ്ടിയും ശ്രമിക്കുകയാണ്. പഠിച്ചവനെ, ഞാൻ എന്ത് ചെയ്യാം? എനിക്ക് ഒരു ഭാഗം ചിന്തിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട, എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ കാമുകനെ ഓർമ്മ വരികയാണ്. പക്ഷെ മറുഭാഗം ചിന്തിക്കുമ്പോൾ ഞാനിത് വരെ പോറ്റി വളർത്തിയ എൻ്റെ പ്രിയപ്പെട്ട മാതാവ്, പിതാവ്, എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും, അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അതിലേറെ. പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരായാലും എൻ്റെ വീട്ടുകാരായാലും എന്നെ കൂടുതൽ സ്നേഹിച്ചിട്ടില്ല രാജേഷിനെ പോലെ. അവനാണ് എനിക്ക് സ്നേഹം വാരിക്കോരി നൽകുന്നത്. അവൻ്റെ സ്നേഹം അത് വേറെ തന്നെയാണ്. കാരണം എന്നെ ഒത്തിരി ഇഷ്ടമാണ് അദ്ദേഹത്തിന്. ഒരിക്കൽ പോലും രാജേഷിൻ്റെ ചതി ഇവൾ അറിയുന്നില്ല എന്ന് തന്നെയാണ് സാരം. എങ്ങനെയെങ്കിലും അവൻ്റെ കുഞ്ഞിനെ ഒഴിവാക്കണം. പക്ഷേ ഇത് മെഡിസിൻ കഴിച്ചാൽ പോകുമോ ഇല്ല എന്നൊന്നറിയില്ല. എന്തൊക്കെ തന്നെയാണ് ഡോക്ടറോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അറിയുമായിരിക്കും എത്ര മാസമായി എന്നൊക്കെ. എങ്ങനെയെങ്കിലും രാജേഷിന് ആ ഒരു കുഞ്ഞിനെ ഒഴിവാക്കിയിട്ട് അവളുടെ കൂടെ സുഖമായി ജീവിക്കണം. അതെ, അവളെ വെച്ച് ക്യാഷ് ഉണ്ടാക്കണം എന്നുള്ള ചിന്ത മാത്രമാണ് അവന് പുറമെ അവളോട് ചിരിച്ചു കാണിക്കുന്നു. അവളെ സ്നേഹം കൊണ്ട് പൊതിയുന്നു. അത്രക്കും സ്നേഹത്തോടെ ആര് വിളിച്ചാലും വീണു പോകുന്ന രീതിയിലായിരുന്നു അവൻ്റെ സ്നേഹവാക്കുകൾ. പക്ഷേ ചതികൾ അവൾ അറിയുന്നില്ല. പിറ്റേന്ന് അവൾ സ്കൂളിലേക്ക് പോവുകയാണ്. ഉമ്മ പറഞ്ഞു, മോളെ ഹോസ്പിറ്റലിൽ പോകാം, അതാവുമ്പോൾ കേട്ടോ. അന്ന് ഉമ്മയോട് കൂടുതലൊന്നും അവൾ ചൂടായില്ല. അവൾ പോയി. എന്നും കാണുന്ന സ്ഥലത്ത് രാജേഷ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഷെജിൽ ആ ഒരു കാഴ്ച വീണ്ടും കാണുവാനിട വന്നു. അന്ന് അവർ രണ്ടുപേരും നേരെ പോയത് ക്ലാസ്സിലേക്കല്ലായിരുന്നു, ഒരു ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കിയായിരുന്നു. ഷെജിൽ എല്ലാം കാണുന്നുണ്ട്. അവനവരെ അറിയാതെ പിന്തുടർന്നു. അവളെ ഒറ്റക്ക് കിട്ടുകയാണെങ്കിൽ ഒന്നുകൂടി ഉപദേശിക്കണം. പഠിച്ചോനെ, എന്താ ഗൈനക്കോളജിസ്റ്റിൻ്റെ ആ ഭാഗത്തേക്കാണല്ലോ അവർ പോകുന്നത്. പഠിച്ചോനെ, എന്തത് സംഭവം? ശരിക്കും പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഷെഫി ഉസ്താദിനെ ഈ ഒരു കാര്യം അറിയിച്ചാൽ മതിയാവൂ എന്നതാ അവൻ വിചാരിക്കുകയാണ്. എന്തായാലും വേണ്ടില്ല, അവൾ ചതിയിൽ പെടും, ഉറപ്പാണ്. അതിനു മുമ്പായിട്ട് ഷെഫി ഉസ്താദിനോട് ഒന്ന് ചോദിക്കണം, പറയണം എന്നുണ്ട്. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ രാജേഷ് എന്തൊരാവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് വന്നു. പെട്ടെന്ന് അവനതാ അവൻ്റെ മുമ്പിലേക്ക് ചാടി വീഴുന്നു. അല്ല, എന്താ പുതിയ ഇരയെ കിട്ടിയോ? ഷെജിലിൻ്റെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ നീ ആരടാ അത് ചോദിക്കാൻ? നേരെ രാജേഷും ഷെജിലും നേർക്കുനേർ. അതെ, കണ്ട പെണ്ണുങ്ങളെല്ലാം വഴി തെറ്റിച്ച് കൊണ്ടുപോയിട്ട് നിന്റെ പ്ലാനിങ് എന്താ? നിന്നെ പോലീസിൽ ഞാൻ ഏൽപ്പിക്കും, വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട. ശരിക്കും രാജേഷിനെ അതാ അവൻ ഒന്ന് കൈവങ്ങുവാൻ വേണ്ടി നിൽക്കുന്നു. ഒന്ന് മാറടാ ചെറ്റ് അവിടുന്ന് എന്ന് പറഞ്ഞിട്ട് അവൻ ഷെജിലിനെ തള്ളി മാറ്റുകയാണ്. അതെ, നീ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. ഒരിക്കൽ പോലും നീ ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല, ഓക്കെ? ഷെജിലിനെ അങ്ങനൊരു താക്കീതാണ് നൽകിയത്. പക്ഷേ അവളെ രക്ഷിക്കണം. അവൻ നേരെ അതാ ആ ഡോക്ടറുടെ ആ ഒരു റൂമിനരികിലേക്ക് ചെല്ലുന്നു. അതെ, ആ ചെയറിൽ അവൾ ഇരിക്കുന്നുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ അവളുടെ അരികിലെത്തി പറഞ്ഞു, സീനത്തെ, അപകടമാണ്, എഴുന്നേൽക്ക് ഇവിടെ നിന്ന്. എന്തിന്? ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട എന്നുള്ളത്. എഴുന്നേൽക്ക് സീനത്തെ, എൻ്റെ അവസാന അപേക്ഷയാണ്. നീ ഇതിൻ്റെ പേരിൽ കണ്ണീര് കുടിക്കേണ്ടി വരും. ഞാൻ നിന്നോട് പറയണം, എണീക്ക്, അവിടെ നിന്ന് എണീക്ക്, വാ വീട്ടിൽ പോ. എന്തിനാ നീ ഇങ്ങോട്ട് വന്നു? ഇപ്പോൾ എന്താ, എന്തെങ്കിലും തെറ്റ് സംഭവിച്ചോ? സത്യം പറയണം.
എനിക്ക് എന്ത് പറ്റിയത് നിനക്കെന്താ? നീ എന്ത് എൻ്റെ പിന്നാലെ വരുന്നത്? ഞാൻ നിന്നോട് പല തവണ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പിന്നാലെ വരരുതെന്ന്. എന്നിട്ട് നീ വീണ്ടും വീണ്ടും വരികയാണല്ലേ? ഷെജിൽ കരഞ്ഞുപോയി. സീനത്തെ, നിന്നോട് അല്പം സ്നേഹമുള്ളത് കൊണ്ട് മാത്രമാണ് അവൻ്റെ വലയിൽ പെട്ടുപോരുത്. അതെ, ഞാൻ വന്നത് അവൻ്റെ വലയിൽ പെടാനെന്നല്ല. എനിക്ക് ഒരു ഡൗട്ട് തോന്നിയപ്പോൾ ഞാൻ അങ്ങോട്ട് വന്ന ഡോക്ടറെ അടുത്ത് കാണിക്കാൻ വന്നതാണ്. പിന്നെ നീ നല്ലോണം ശ്രദ്ധിച്ച് കളിക്കണം. ഒരിക്കൽ പോലും അവൻ്റെ വലയിൽ വീണു പോകരുത്. ഒരുപാട് പെൺകുട്ടികളെ അവൻ വലയിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ്റെ ആവശ്യം കഴിഞ്ഞാൽ അവർ പലർക്കും കാഴ്ചവെക്കും. പൊന്നുമോളെ സീനത്തെ, നിന്നെ നല്ലൊരു സോലിഹായ ഭർത്താവാണ് കല്യാണം കഴിച്ചത്. നിങ്ങൾ സുഖമായി ജീവിക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. അല്ലാതെ അതിന് പുറത്തേക്കായിട്ട് എനിക്കൊന്നുമില്ല. നിങ്ങളുടെ ഭാവി ജീവിതം സന്തോഷകരമായിരിക്കണം. ഒന്ന് പോയി തരുമോ? ഇതിപ്പോൾ എത്തി ഹോസ്പിറ്റലിനകത്തും എത്തി. അതെ, ഞാനേ ഇവരെ സെക്യൂരിറ്റി വിളിച്ച് പറയും, നിങ്ങളെ പിടിച്ചു കൊണ്ട് പോലായിരിക്കും കേട്ടോ. വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട. സീനത്ത് അത് പറഞ്ഞു. സീനത്തെ, പ്ലീസ് പൊന്നുമോളെ, ഞാൻ നിൻ്റെ ഒരു ഇക്കയുടെ സ്ഥാനത്ത് നിന്നിട്ട് നീ അത് കേൾക്കണം മോളെ. ഒരിക്കലും അവൻ്റെ കൂടെ പോകരുത്. അവന് ഭയങ്കര പ്രശ്നക്കാരനാണ്. പല പെണ്ണുങ്ങളെയും അവന് വീഴ്ത്തും, ചിരിച്ച് വീഴ്ത്തും, പലതും വാങ്ങിക്കൊടുക്കും. പക്ഷേ ഇതിൽ നിന്നെല്ലാം ഇരട്ടിയിലധികം മുതലാക്കും നിങ്ങളെ. ഒരിക്കൽ പോലും എൻ്റെ സീനത്തെ മോളെ ചതിയിൽ വീഴല്ലേ പൊന്നെ. അത്രക്കും സ്നേഹം കൊണ്ടാണ് പറയുന്നത്. പെട്ടെന്ന് രാജേഷ് എന്തോ വാങ്ങി കടന്നു വരുന്നു. ഓഹോ, അപ്പോൾ ഇതിനായിരുന്നു എന്നെ ഇടിച്ചു തെറിപ്പിക്കാൻ വിചാരിച്ചത് അല്ലേ? നാണമില്ലല്ലോടാ മറ്റൊരുത്തിൻ്റെ കാമുകിയെ തട്ടിയെടുക്കാൻ. സത്യം പറഞ്ഞ ഷെജിലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയി. ആ ഒരു വാക്ക് കേട്ട് അവൻ ഞെട്ടിപ്പോയി. റബ്ബേ, ഹേ ദയവായി നിങ്ങളെ ഇവളെ ഉപദ്രവിക്കരുത്. ഇവള് ഭർത്താവുള്ള പെണ്ണാണ്, ഭർത്താവും വീട്ടുകാരൊക്കെ ഉള്ളതാണ്. ദയവായി അവർ ജീവിച്ച് പോയിക്കോട്ടെ. ഒന്ന് പോയി തരുമോ എൻ്റെ കൺമുമ്പിൽ നിന്ന്? അതെ, എൻ്റെ കൈകൾ കൊണ്ട് രണ്ടെണ്ണം കിട്ടിയാലേ അവിടെ കിടക്കും നിങ്ങളൊക്കെ. പിന്നെ കൊട്ടേഷൻ കൊടുത്താലേ നിന്നെ ഇല്ലാതാക്കാനും മടിക്കൂല. ഒരു തെളിവ് പോലും അവശേഷിക്കാതെ നിന്നെ ഇല്ലാതാക്കാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല, വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നീ വീണ്ടും വീണ്ടും ശല്യമായി വരികയാണെങ്കിൽ ഒരിക്കൽ പോലും നിനക്ക് ഇവിടെ ഇനി വാഴാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല. നോക്കിക്കോ. അത് കേട്ട് സീനത്ത് പറഞ്ഞു, അതെ ഷെജിൽ, നിനക്ക് ജീവൻ വേണമെങ്കിൽ വിട്ടോന്ന്, അല്ലാതെ ഇവിടെ ചെറ്റിപ്പറ്റി നിൽക്കല്ല. ഞങ്ങൾക്കും ഉണ്ടാവില്ലേ ഒരു ഫ്രീഡും കാര്യങ്ങളൊക്കെ. അവിടെ നീ കൈകടത്താൻ വന്നാൽ പിന്നെ എന്തായാലും അർത്ഥം? സീനത്തെ ദയനീയമായി അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സീനത്തെ, അരുത്. പെട്ടെന്ന് രാജേഷ് അവിടെ നിന്ന് എഴുന്നേറ്റ്, പോടാ, നിനക്കെന്താ ഇവിടെ കാര്യം? ഞാൻ കെട്ടാൻ പോകുന്ന വൈഫും ഇവിടെ നിൽക്കുമ്പോൾ നീ എന്തിന് നീ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? പിന്നെ വേണ്ടെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അഥവാ എന്തെങ്കിലും കൂടുതലായി നീ കളിച്ചു കഴിഞ്ഞാലേ ഇല്ലാതാക്കാനും ഞാൻ മടിക്കില്ല കേട്ടോ. അത് മറക്കണ്ട. അറിയാം, നിന്നെക്കുറിച്ച് എല്ലാം അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിന് വിലക്കുന്നത്. നിൻ്റെ ആഡംബരവും നിൻ്റെ കാട്ടിക്കൊട്ടലുകളും എന്തിൻ്റെ ക്യാഷ് കൊണ്ടാണെന്നും എനിക്ക് നന്നായിട്ടറിയാം. അതെ, കൂടുതൽ വിളച്ചിലെടുക്കല്ലേ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇല്ലാതാക്കാൻ വരെ രാജേഷിന് മടിയില്ല, തെളിവ് അവശേഷിക്കാത്ത രീതിയിൽ. ദയവായി ഞങ്ങളുടെ കാര്യത്തിൽ നീ കട്ടുറുമ്പാവരുത്. പിരിഞ്ഞു പോകണം. നിനക്ക് ജീവൻ വേണമെങ്കിൽ പിരിഞ്ഞു പോകണം. അല്ല എങ്കിൽ പുറം ലോകം നീ കാണില്ല എന്ന് മാത്രമല്ല, ഇല്ലാതാക്കാൻ നിമിഷങ്ങൾ മതി രാജേഷിന്. ഒരൊറ്റ കൊട്ടേഷൻ മതി. ശരിക്കും ഷെജിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നുപോയി. പിന്നെ നീ എന്നെ കൊന്നാലും വേണ്ടില്ല, ആ പെണ്ണിനെ നീ നശിപ്പിക്കരുത്. ആദ്യമേ ഞാൻ പറഞ്ഞേക്കാം. ആഹാ, നീ വിട്ടുപോകുന്ന ലക്ഷണമില്ലല്ലോ. അത് നിൻ്റെ ആരടാ? എൻ്റെ ആരായാലും എന്തായാലും അവളെ ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ഒരിക്കൽ പോലും അവളെ ഞാൻ വിടില്ല. പെട്ടെന്നതാ സീനത്ത് ഓടി വന്നു. നേരെ അതാ ഷെജിലിൻ്റെ അഴുകിലേക്ക്. എന്താടാ നിനക്ക്? ഞങ്ങൾ ഇഷ്ടം പോലെ ജീവിക്കും. നീ എന്ത് കാര്യത്തിന് ഞങ്ങളുടെ ഇതിലേക്ക് കയറി വന്നത്? ദയവായി ഞങ്ങളുടെ ഈ ഒരു സ്നേഹബന്ധത്തിൽ നീ കട്ടുറുമ്പായി വരരുത്. ദയവായി ഞങ്ങളൊന്ന് ആസ്വദിക്കട്ടെ, ഞങ്ങളൊന്ന് നല്ല രീതിയിൽ ജീവിക്കട്ടെ. അവളുടെ വാക്ക് കേട്ട് ഷെജിലിന് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. അവസാനമായി അവൻ പറഞ്ഞൊപ്പിച്ചു, ദിനത്തെ അപകടമാണ്, അപകടം. ഒരിക്കൽ പോലും ചെന്ന് ചാടരുത്. ഒന്ന് പോടാ എന്ന് പറഞ്ഞുകൊണ്ട് അതാ രാജേഷിൻ്റെ കൈകൾ കൊണ്ട് അവൻ്റെ മുഖം നോക്കി ഒരടി. അവൻ്റെ മുഖം ചുവന്നു തുടുത്തു എന്ന് മാത്രമല്ല, വല്ലാത്ത വേദന കണ്ണടക്കിയാണ് കിട്ടിയത്. അല്ലോ.
ഹോ എൻ്റെ റബ്ബേ, എന്ത് തെറ്റ് ചെയ്തിട്ടാ റബ്ബേ. പിന്നെ ഇനിയെങ്ങാനും ഈ പരിസരത്ത് നിന്നെ കൊണ്ടുവന്നിട്ട് നിന്നെ കണ്ടിട്ടുണ്ടെങ്കിലേ ബാക്കി ഞാൻ പറഞ്ഞേക്കാം. നിനക്ക് എന്തിൻ്റെ കേടാ? ഞങ്ങൾ എങ്ങനെ ജീവിച്ചാൽ നിനക്കെന്താ? നിനക്കെന്തേ നഷ്ടമുണ്ടോ? സത്യം പറഞ്ഞാൽ ഷെജിലും രാജേഷും നേർക്കുനേർ കൊമ്പ് കോർക്കുകയാണ്. ഒരിക്കൽ പോലും സീനത്തിനെ വിട്ടുകൊടുക്കരുത് എന്ന വാശിയിൽ തന്നെയാണ് ഷെസിൽ നിൽക്കുന്നത്. എന്തൊക്കെ തന്നെയായാലും എന്തായി തീരും, നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.